വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കരിയർ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചാണ് ഈ വീഡിയോ. നിങ്ങൾക്ക് ലോകം മുഴുവൻ സഞ്ചരിക്കാൻ സാധിക്കുന്ന ഒരു ജോലി, അതേപോലെ നിങ്ങൾക്ക് ഡോളേഴ്സിൽ ഏൺ ചെയ്യാൻ പറ്റുമെന്നാണ് മനസ്സിലാക്കിയത്. നിങ്ങൾക്ക് മേ ബി ഒരു വർഷം ചിലപ്പോൾ ഒരു 4 മാസം 5 മാസം വെക്കേഷൻ കിട്ടും. ഇങ്ങനെയൊക്കെയുള്ള ജോലിയോ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ ആ ജോലിയിൽ എത്തണം എന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയെ കുറിച്ചും അത് ഓഫർ ചെയ്യുന്ന ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചാണ്. എൻ്റെ കൂടെയുള്ളത് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി കൊൽക്കത്ത ക്യാമ്പസിലെ അസോസിയേറ്റ് പ്രൊഫസർ ആയിട്ടുള്ള ഡോക്ടർ ഫവാസ് ടി കെ ആണ്. സർ, വെൽക്കം. യെസ്, അപ്പോൾ നമുക്ക് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയെ കുറിച്ച് സംസാരിച്ച് തുടങ്ങാം. എന്താണ് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി? മെർച്ചന്റ് നേവി എന്നുള്ളതും അതിൽ അങ്ങനെ ഒരു ജോബ് ഉണ്ട് എന്നുള്ളതൊക്കെ പല ആളുകളും കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഈ മാരിടൈം യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ഒരു പക്ഷേ അത്ര അധികം ആളുകൾ ഇതെന്താണെന്ന് അറിയുന്നുണ്ടാവില്ല. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് തുടങ്ങാൻ തോന്നുന്നു. ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള മിനിസ്ട്രി ഓഫ് പോർട്സ്, ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ്. അതായത് കപ്പൽ രംഗത്തുള്ള ഇന്ത്യയിലെ പോർട്ടുകളും ഷിപ്പിംഗ് കമ്പനികളും അതെല്ലാം ഈ മിനിസ്ട്രിയുടെ കീഴിലാണ്. ആ കപ്പൽ മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള ഒരു അക്കാദമിക് ആയിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി എന്നുള്ളത്. 2008 ഇന്ത്യയുടെ പാർലമെൻറ്റിലുള്ള ഒരു ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി ആക്ട് പ്രകാരം സ്ഥാപിതമായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. അതായത് ഏകദേശം 18 വർഷമായി ഇത് ഈ യൂണിവേഴ്സിറ്റി നിലവിൽ വന്നിട്ട്. പക്ഷേ പുതിയതല്ല. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2008 ഇത് വരുമ്പോൾ ഇന്ത്യയിലെ ഈ ഷിപ്പിംഗ് രംഗത്തുള്ള 7 സ്ഥാപനങ്ങളെ, നാഷണൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള 7 സ്ഥാപനങ്ങളെ യോജിപ്പിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ പഴയ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ നമ്മൾ പുതിയ ഒരു അംബ്രലയുടെ കീഴിൽ എന്ത് ചെയ്തു കൊണ്ടുവന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അതുള്ളത്. ഇതെല്ലാം ലെഗസി സ്ഥാപനങ്ങളാണ് ഇന്ത്യയിലുള്ള ഈ 7 സ്ഥാപനങ്ങൾ എന്നുള്ളത്. അതായത് അതിൽ നമ്മളുടെ ഏറ്റവും ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ക്യാമ്പസ്, അതായത് അത് 1949 ജവഹർലാൽ നെഹ്റു അന്നത്തെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത 75 വർഷം പഴക്കമുള്ള, അന്ന് ഡയറക്ടറേറ്റ് ഓഫ് മറൈൻ എഞ്ചിനീയറിംഗ് ആൻഡ് ട്രെയിനിങ് DMET എന്ന പേരിൽ ആരംഭിച്ച ഒരു ക്യാമ്പസാണ്. അത് കൽക്കട്ട ആയിരുന്നു അതിൻ്റെ കേന്ദ്രം. ഇന്ന് ലോകത്തെ ഷിപ്പിംഗ് കമ്പനികളും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ DMET അലുമിനസിനെ നമുക്കൊരു അവരില്ലാത്ത കമ്പനികൾ വളരെ കുറവായിരിക്കും. കാരണം അതിൽ വലിയൊരു DMET അത്രയും ഒരു പേര് കിട്ടണം. പോലും അത്ര അറിയില്ല. ഷിപ്പിംഗ് എന്നുള്ളത് ഇത്ര വലിയൊരു സംഭവം എന്നുള്ളത് നമ്മൾ പല ആൾക്കാർക്കും മനസ്സിലായത് കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ടാണ് തോന്നുന്നുണ്ട്. ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസിലെ ഈ ഷിപ്സിനൊക്കെ തടഞ്ഞു വെച്ച ഒരു സന്ദർഭം ഉണ്ടായപ്പോഴാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളെയും ഇമ്പാക്ട് ചെയ്യുന്ന അത്രയും വലിയൊരു ഇൻഡസ്ട്രിയാണ് ഷിപ്പിംഗ് എന്നുള്ളത്. മേ ബി ആ ഒരു തിരിച്ചറിവ് കൂടി നമുക്ക് ഈ ഒരു യുദ്ധവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നൽകുന്നുണ്ട് എന്നുള്ളത്. അതെ, ലോകത്തിലെ ട്രാൻസ്പോർട്ടേഷനിലെ നല്ലൊരു പെർസെൻറ്റേജ്, അതായത് ഇന്ത്യയിലെ തന്നെ ഒരു 95% ഓഫ് ദ വോളിയം ഓഫ് ദ ഇവിടുത്തെ ഗുഡ്സ് വരുന്നത് അതെല്ലാം ഈ മാരിടൈം ബേസ്ഡ് ട്രാൻസ്പോർട്ടേഷനിലൂടെയാണ്. അതായത് ടണ്ണേജ് കിലോമീറ്റർ ഏറ്റവും കുറവ് എന്തായിരിക്കും? കിലോമീറ്റർ എന്ന് പറയുമ്പം അതായത് ഇത്ര ടണ്ണ് ഇത്ര കിലോമീറ്റർ നമുക്ക് കൊണ്ടുപോവാൻ കോസ്റ്റ് അവിടെയാണ് അതിന്റെ ഫ്ലൈറ്റിനെക്കാളൊക്കെ കോസ്റ്റ്. അത്രയും ഹ്യൂജ് ടണ്ണേജ് എത്ര കിലോമീറ്റർ കൊണ്ടുപോകാൻ എത്ര ചെലവ്. അതുകൊണ്ട് ഇപ്പൊ LPG അല്ലെങ്കിൽ ഇങ്ങനത്തെ പെട്രോളിയം ഒക്കെ ഷിപ്പിങ്ങിലൂടെ നമ്മൾ. അതെ. അപ്പോൾ എവിടേക്കാണ് ക്യാമ്പസുകൾ ഉള്ളത്? ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഒരുപാട് ക്യാമ്പസുകളെ സംയോജിപ്പിച്ചു വന്നു. കൊൽക്കത്ത മെയിൻ ക്യാമ്പസ് ആണ്. വേറെ എവിടേക്കാണ് ക്യാമ്പസുകൾ? യഥാർത്ഥത്തിൽ IMUന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ചെന്നൈയിലാണ്. ചെന്നൈ ബേസ്ഡ് ചെയ്തിട്ടാണ് IMUയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ളത്, യൂണിവേഴ്സിറ്റി ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ളത്. ചെന്നൈയിലൊരു ക്യാമ്പസ് ഉണ്ട്. ചെന്നൈയിലൊരു ക്യാമ്പസിലും പിന്നെ അത് ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോർട്ട് മാനേജ്മെന്റ് NIPM എന്നുള്ള ഒരു സ്ഥാപനമായിരുന്നു. 1980s തുടങ്ങിയതാണ്. അത് പിന്നെ നാഷണൽ മാരിടൈം അക്കാദമിയായി മാറി. അതാണ് പിന്നെ IMUയുടെ ചെന്നൈ ക്യാമ്പസ് ആയത്. പിന്നുള്ളൊരു ക്യാമ്പസാണ് ഇപ്പോൾ കൽക്കട്ടയിൽ പറഞ്ഞത്, DMET കൊൽക്കട്ട. അത് പിന്നീട് മറൈൻ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ 90s ഒരു കുറച്ചും കൂടി റിസർച്ച് കൂടി ഓറിയൻറ്റ് ചെയ്തിട്ടുള്ള മെറി എന്നുള്ള സ്ഥാപനമായി മാറി. അതുപോലെ മുംബൈ പോർട്ടിൽ ഒരു ക്യാമ്പസ് ഉണ്ട്. അതും DMET ആയിരുന്നു. DMET കൊൽക്കട്ടയും DMET മുംബൈയും ആയിരുന്നു ഒരേ സമയത്ത് തുടങ്ങിയ 1949 തുടങ്ങിയതാണ്. മുംബൈ പോർട്ട് ഒരു ക്യാമ്പസ് ഉണ്ട്, IMU മുംബൈ പോർട്ട് ക്യാമ്പസ്. അവിടെ യഥാർത്ഥത്തിൽ 2 പഴയ ക്യാമ്പസുകൾ, ഒന്ന് ലാൽ ബഹദൂർ ശാസ്ത്രി ഫോർ അഡ്വാൻസ്ഡ് മാരിടൈം സ്റ്റഡീസ്, സെൻറ്റർ ഫോർ അഡ്വാൻസ്ഡ് മാരിടൈം സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ് സീ ട്രെയിനിങ്ങുകൾ കൊടുക്കുന്ന ഒരു സ്ഥാപനവും ഈ DMET മുംബൈയും കൂടി യോജിപ്പിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ IMU മുംബൈ ക്യാമ്പസ് വന്നത്. അതുപോലെ തന്നെ വിശാഖപട്ടണത്ത് ഒരു ക്യാമ്പസ് ഉണ്ട്. അത് ഒരു നാഷണൽ ഷിപ്പ് ഡിസൈൻ റിസർച്ച് സെൻ്റർ ആയിരുന്നു. അതിന് എന്ത് ചെയ്തു ഒരു IMU വിശാഖപട്ടണം ക്യാമ്പസ്. പിന്നെ നമ്മൾ കൊച്ചിയിൽ ഒരു ചെറിയ ക്യാമ്പസ് ഉണ്ട്. ചെറിയൊരു ക്യാമ്പസ് കൊച്ചിയിലാണുള്ളത്. നമ്മുടെ വില്ലിംഗ്ടൺ ഐലൻഡിൽ IMUൻ്റെ ഒരു കൊച്ചി ക്യാമ്പസ് ഉണ്ട്. പിന്നെ IMUൻ്റെ ഒരു മുംബൈയിൽ തന്നെ നവി മുംബൈയിൽ ഒരു ക്യാമ്പസ് ഉണ്ട്. അത് യഥാർത്ഥത്തിൽ അതാണ് ഓൾഡസ്റ്റ് ക്യാമ്പസ് എന്ന് പറയാം. അത് യഥാർത്ഥത്തിൽ ഒരു
TS ഡഫറിൻ, ട്രെയിനിങ് ഷിപ്പ് ഡഫറിൻ എന്ന് പറഞ്ഞിട്ട് ഈ കപ്പലിൽ പോകുന്ന ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി ഒരു കപ്പൽ തന്നെ ഉണ്ടായിരുന്നു, ഒരു ട്രെയിനിങ് ഷിപ്പ്. ആ ട്രെയിനിങ് ഷിപ്പ് ഡഫറിനെ എന്ത് ചെയ്തു, പിന്നീട് അത് പിന്നെ ഒരു ട്രെയിനിങ് ഷിപ്പ് രാജേന്ദ്ര അത് ഡീകമ്മീഷൻ ചെയ്തപ്പോൾ അടുത്തൊരു ഷിപ്പായിട്ട് ട്രെയിനിങ് ഷിപ്പ് രാജേന്ദ്രയായിട്ട് 1972 വന്നു. അതിനെ പിന്നെ ഷോറിലേക്ക് മാറ്റി ഒരു TS ചാണക്യ എന്ന പേരിലുള്ള ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു. ആ സ്ഥാപനമാണ് IMUവിൻ്റെ നവി മുംബൈ ക്യാമ്പസായിട്ട് മാറിയിട്ടുള്ളത്. അതിന് ഏകദേശം 100 വർഷത്തെ ഒരു പഴക്കമുള്ള അന്നത്തെ അതാണ് ഈ ട്രെയിനിങ് ഷിപ്പ് ഡഫറിൻ. അവർ തുടങ്ങിയിട്ടുള്ള ആ ഒരു കാലഘട്ടത്തിലെ ഒരു ട്രെയിനിങ് ഷിപ്പായിരുന്നു. അതിന് പിന്നെ ഷോറിലേക്ക് മാറ്റി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാക്കി മാറ്റിയതാണ് TS ചാണക്യ. ഇങ്ങനെ 6 ക്യാമ്പസുകളാണ് ബന്ധമുള്ളത്. മുംബൈയിൽ 2 കൊച്ചിയിൽ 1, ചെന്നൈയിൽ 1, അതുപോലെ തന്നെ വിശാഖപട്ടണത്തൊന്ന്, കൽക്കട്ടയിലൊന്ന്. ഇങ്ങനെ 6 ക്യാമ്പസാണ് ഇപ്പോൾ നിലവിൽ IMUവിനുള്ളത്. ഇന്ന് നമ്മൾക്ക് അറിയാനുള്ളത് ഏതെല്ലാം കോഴ്സുകളാണ് ഈ സ്ഥാപനങ്ങൾ ഓഫർ ചെയ്യുന്നത് എന്നുള്ളതാണ്. എന്താണ് ആ കോഴ്സുകൾ നമുക്ക് പഠിക്കാനുള്ളത് ഏകദേശ ധാരണ എനിക്ക് തോന്നുന്നു നമുക്ക് ആളുകൾക്ക് കൊടുക്കണം തോന്നുന്നു. അതെ. യഥാർത്ഥത്തിൽ IMUവിൽ പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റ്സ്, ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂൾ ഓഫ് മറൈൻ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. അപ്പോൾ ഇതിൻ്റെ കീഴിലുള്ളത് BTech മറൈൻ എഞ്ചിനീയറിംഗ് എന്നുള്ള ഒരു പ്രോഗ്രാമാണുള്ളത്. പിന്നെ അതുപോലെ സ്കൂൾ ഓഫ് നേവൽ ആർക്കിടെക്ചർ എന്നുള്ള നമ്മൾ കുസാറ്റിലെ നേവൽ ആർക്കിടെക്ചർ, IIT മദ്രാസിലൊക്കെയുള്ള അതുപോലെ തന്നെ IIT ഖരഗ്പൂരിലൊക്കെയുള്ള ആ പ്രോഗ്രാം BTech നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എന്നുള്ള പ്രോഗ്രാമും BTech നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള 2 BTech തുടങ്ങാം. ഈ 2 BTechകാരുടെയും പണി എന്തായിരിക്കും, എന്തെങ്കിലും ഡിഫറൻസ്? അതിൽ BTech മറൈൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കപ്പലിൽ തന്നെ എന്ത് ചെയ്യണം, പോവണം. കപ്പലിൽ, അതായത് ഒരു കപ്പലിൽ 90% ജോലി എന്തായിരിക്കും, ഒരു കപ്പലിൽ പോവാൻ സന്നദ്ധമായുള്ളവർ ജോയിൻ ചെയ്യേണ്ട ഒരു ജോലിയാണത്. പിന്നെ ചിലവരൊക്കെ എന്താണെന്ന് വെച്ചാൽ ഒരു കുറച്ചാലും ജോലിയൊക്കെ ചെയ്ത് തിരിച്ച് ഷോറിലേക്കൊക്കെ വരുന്ന അതിനൊക്കെ ഉള്ളത്. പക്ഷെ കപ്പലിൽ തീരെ പോവാൻ വയ്യ എന്നുള്ളവർ അതിന് പോകേണ്ടതില്ല എന്നുള്ളതാണ്. അപ്പൊ ഒരു സെയിലിങ്ങിനോട് വിമുഖത ഉണ്ടാകാൻ പാടില്ല. അതായത് കപ്പലിന്റെ ഉള്ളിലൊരു മെക്കാനിക്കൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകളാണ് ഇവർ ചെയ്യുക, മറൈൻ എഞ്ചിനീയർ ചെയ്യുക. അത് BTech മറൈൻ എഞ്ചിനീയർ തന്നെ യഥാർത്ഥത്തിൽ എന്താ വെച്ചാൽ ഇപ്പം കപ്പൽ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ആയിരിക്കും. അത് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിനും യഥാർത്ഥത്തിൽ എന്ത് ചെയ്യാം, മറൈൻ എഞ്ചിനീയറുടെ ജോബ് എടുക്കാൻ പറ്റും. അപ്പോൾ BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞപ്പോൾ എൻ്റെ ക്ലാസ്മേറ്റ്സ് BTech മെക്കാനിക്കൽ കഴിഞ്ഞാൽ ഒരു 5-6 പേര് എന്തുണ്ട് കപ്പലിൽ ചീഫ് എഞ്ചിനീയേഴ്സ് ആയിട്ടൊക്കെ ആയിട്ട്. മറൈൻ എഞ്ചിനീയറിംഗിന്റെ ഒരു സിലബസ് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി മെക്കാനിക്കൽ ഓറിയന്റഡ് ആയിരിക്കും. ഒരു 60% ഒക്കെ മെക്കാനിക്കൽ ഓറിയന്റഡ് ആയിരിക്കും. അപ്പോൾ അവര് ഈ മെക്കാനിക്കൽ മറൈൻ എഞ്ചിനീയറിംഗ് പറ്റുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി പൊതുവെ എന്ത് ചെയ്യുക, BTech മെക്കാനിക്കലുകാർക്ക് ഒരു GME എന്ന കോഴ്സ് ഒക്കെ ചെയ്യും, ഗ്രാജുവേറ്റ് മറൈൻ എഞ്ചിനീയർ ഒരു കോഴ്സ്, 1 ഇയർ കോഴ്സ്, പിന്നെ കുറച്ച് സെയിലിങ്ങും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെന്തായി മറൈൻ എഞ്ചിനീയറിന് ഈക്വൽ. അപ്പൊ ഒരു വളരെ പാഷൻ മറൈൻ എഞ്ചിനീയർ തന്നെ വേണമെന്ന് ഡിസൈഡ് ചെയ്യാത്തവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, BTech മെക്കാനിക്കൽ എടുത്തിട്ട് കാണുന്ന വേറെ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് മെറൈനിലോട്ട് പോകാൻ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഒരു ഓപ്ഷൻ. ഈ GME ആരൊക്കെ ഓഫർ ചെയ്യുന്നത്? GME IMUവിന്റെ മുംബൈ പോർട്ട് ക്യാമ്പസിലുണ്ട്. അത് GME എന്നുള്ള പേരിൽ നടത്തുന്ന അവിടെ നിനക്ക് നമ്മളൊരു യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് PGDME എന്നുള്ള പോലെയാണ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മറൈൻ എഞ്ചിനീയറിംഗ് എന്നുള്ള ഒരു പേരിൽ ഒരു 1 ഇയർ കോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട് IMUവിന്റെ മുംബൈ പോർട്ട് ക്യാമ്പസിൽ എന്ത് ചെയ്യുന്നുണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് മാത്രമല്ല, അത് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് ജോയിൻ ചെയ്യാം, നേവൽ ആർക്കിടെക്ചർ അവർക്കും ജോയിൻ ചെയ്യാം. അങ്ങനെ ആ ഒരു ഡൊമൈനിലുള്ള മെയിൻലി മെക്കാനിക്കൽ എഞ്ചിനീയർ ആൻഡ് നേവൽ ആർക്കിടെക്ചർ ഇവർക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന. മെറൈൻ എഞ്ചിനീയറിംഗ് നമ്മൾ പറഞ്ഞ എന്തായാലും ഷിപ്പിൽ പോകുക എന്നുള്ളത് ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ളവർ അതിന് പോയാൽ മതി. നേവൽ ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ ഷിപ്പ് ബിൽഡിംഗ് അല്ലെ, ഷിപ്സ് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കണം. എൻ്റെ കൂടെ പല ആൾക്കാർ പഠിച്ചപ്പോൾ ഷിപ്പ് എഞ്ചിനീയേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് കുറച്ചുകൂടി ഒരു സെയിൽ ചെയ്യുന്ന ഒരു ജോബ് അല്ലല്ലോ. അല്ല, അതിൽ കൂടുതലായിട്ട് ഷിപ്പ് ബിൽഡിംഗ്, ഷിപ്പ് ഡിസൈന്, അങ്ങനെയൊക്കെയുള്ള ഷിപ്പ് ബിൽഡിംഗ് കമ്പനികളിലും ഷിപ്പ് ഡിസൈൻ ഫേംസിലൊക്കെയാണ് കൂടുതലായിട്ട് എന്ത് ചെയ്യുക, നേവൽ ആർക്കിടെക്ചർക്ക് കൂടുതലായിട്ടുള്ള ജോബുകളുണ്ട്. അതുപോലെ തന്നെ ഷിപ്പ് യാർഡ്സ്. അപ്പം അത് ഓരോ ജോബിലും എന്തുണ്ട് വ്യത്യാസമുണ്ട്. ഷിപ്പ് യാർഡിലും ഷിപ്പ് ഡിസൈൻ കുറച്ചും കൂടി എന്തായിരിക്കും, ചിലപ്പോൾ ഒരു എയർ കണ്ടീഷൻ സ്ഥലത്തൊക്കെ ഇരുന്നിട്ടുള്ള ജോബായിരിക്കും. പക്ഷേ ഷിപ്പ് യാർഡിലുള്ള അവിടുത്തെ വർക്കൊക്കെ മോണിറ്റർ ചെയ്യാന്നുള്ളത് അത് നമ്മൾ ആ വെയിലൊക്കെ കൊണ്ട് ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലൊക്കെ വർക്ക് ചെയ്യാനുള്ള ആ ഒരു മാനസികാവസ്ഥ, കുറച്ച് ഹെവി എക്യുപ്മെന്റ്സും കുറച്ച് സേഫ്റ്റി കൺസേൺസ് ഒക്കെ ഉള്ള അങ്ങനെ ഒരു ഷിപ്പ് യാർഡിലുള്ള എഞ്ചിനീയേഴ്സ് ആയിട്ട് എന്തുണ്ടാവും, അവിടുത്തെ മെയിൻ്റനൻസിൽ ഷിപ്പ് മെയിൻ്റനൻസിനൊക്കെ തന്നെ നേതൃത്വം കൊടുക്കുന്ന ആളുകളായിട്ട് നേവൽ ആർക്കിടെക്ചർക്ക് വർക്ക് ചെയ്യാം. ഷിപ്പ് റീസൈക്ലിംഗ് രംഗത്ത് കമ്പനികളിൽ അവർക്ക് വർക്ക് ചെയ്യാം. അതൊക്കെ കുറച്ച് ഹാർഡാണ്. എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ പല ആൾക്കാരും പറഞ്ഞ് എനിക്ക് തോന്നിയിട്ടുള്ള സംഭവം, ഇപ്പോൾ നേവൽ ആർക്കിടെക്ട്സ് ആണെങ്കിലും അവർക്ക് ഓഫീസ് ജോബ് ഉണ്ടെങ്കിൽ പോലും പല ടൈം അവർക്ക് ട്രാവൽ ചെയ്യേണ്ടി വരും. അതായത് സെയിലിംഗ് അല്ലെങ്കിലും അവർക്ക് പോർട്സ് ലോഡ്സ്, ഷിപ്സ് ലോഡ്സ് ഒക്കെ ട്രാവൽ ചെയ്യാം. അതിൽ തന്നെ മറ്റൊരു മൂന്നാമത്തെ ഇവർക്ക് തന്നെയുള്ള വേറൊരു ജോബാണ് നേവൽ ആർക്കിടെക്ചർക്കാർക്കും ഈവൻ ചിലപ്പോൾ മറൈൻ എഞ്ചിനീയേഴ്സിനൊക്കെ തന്നെ വരാൻ പറ്റുന്നതാണ് ഷിപ്പ് സർവേയർ എന്നുള്ളൊരു ജോബുണ്ട്. അതായത് ഈ ഷിപ്പുകൾ ഓരോ ഷിപ്പുകൾ പോയി ഒരു പീരിയഡിക്കലി അവിടെ പോയി അതിൻ്റെ എല്ലാ കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ, ടെക്നിക്കലി ഓക്കെ ആണോ, നമ്മളൊക്കെ വണ്ടിയൊക്കെ ഓരോ പീരിയഡിക്കലി നമ്മൾ ഇത് ചെയ്യുമല്ലോ, അതായത് ഫിറ്റ് ആണോ നോക്കും. അതുപോലെയുള്ള ഷിപ്പ് സർവേയർ എന്നുള്ള ജോബ് ഉണ്ട്. അത് നേരിട്ട് യഥാർത്ഥത്തിൽ ഭയങ്കര ട്രാവലിംഗ് ആയിരിക്കും. കാരണം
ഷിപ്പ് ഇങ്ങോട്ട് വരല്ലേ പോവാ. അപ്പൊ അതില് ഷിപ്പ് സർവേയർ ഒക്കെ ആയിട്ടുള്ള നേവൽ ആർക്കിയോളജിക്കൽ കുസാരിലൊക്കെ ഉണ്ടായിരുന്ന നമുക്ക് പരിചയമുള്ളവരൊക്കെ അവര് ഓരോ വീക്കിലും ഓരോ കോണ്ടിനെന്റ്സിലായിരിക്കും ഉണ്ടാവുക. അങ്ങനെ അവര് ഭയങ്കരമായിട്ട് ഫ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യും, ഓരോ സ്ഥലത്ത് പോയിട്ട് എന്ത് ചെയ്യും, അത് ആ ഷിപ്പ് സർവേ എന്നുള്ള ജോബ് ചെയ്യണ അങ്ങനെയുള്ളവർക്ക് അതൊരു ഈ നേവൽ ആർക്കിയോളജിയിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ഇൻ ജനറൽ വളരെ കുറഞ്ഞ സീറ്റുകളാണ് ഇന്ത്യയില് മുഴുവനുള്ളത്. അതായത് കുസാറ്റിലുണ്ട്, അതേപോലെ IITs ഗരഖ്പൂർ മദ്രാസിലുണ്ട്, പിന്നെ IMUലുണ്ട്. വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. പിന്നെ കുറച്ച് പ്രൈവറ്റ് അധികം എന്തെങ്കിലും. അപ്പോൾ മേ ബി ആ സപ്ലൈ സൈഡ് കുറവായതുകൊണ്ട് തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ അപ്പ് ചെയ്യുന്ന ഒരു ഫീൽഡാണ് നേവൽ ആർക്കിടെക്ചർ ഉള്ളത്. യെസ്. അപ്പോൾ ഇത് 2 എഞ്ചിനീയറിംഗിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. വേറെ എന്തൊക്കെ കോഴ്സസ് ആണ് നമുക്ക് ഉള്ളത്? വേറെ അവിടെ കോഴ്സസ് ഉള്ളത് പിന്നെ നമുക്ക് നോട്ടിക്കൽ സയൻസ് എന്ന പ്രോഗ്രാം ഉണ്ട്. BSc നോട്ടിക്കൽ സയൻസ്. BSc നോട്ടിക്കൽ സയൻസ് ബേസിക്കലി എന്താ വെച്ചാൽ നമ്മളിപ്പോൾ മറൈൻ എഞ്ചിനീയറിംഗിനെ കുറിച്ച് പറഞ്ഞു. അവർ കപ്പലിലാണ് സെയിൽ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ അവർ കപ്പലിൽ അവരുടെ ഒരു ജോലി എന്ന് പറയുന്നത് കപ്പലിലെ എഞ്ചിൻ സൈഡിലുള്ള എഞ്ചിനീയറിംഗ് മീൻസ് എഞ്ചിൻസും അതുപോലെ തന്നെ മറ്റു എക്യുപ്മെന്റ്സ് ഉണ്ടാവും. ബോയിലേഴ്സ്, കംപ്രസേഴ്സ്, ഒരുപാട് പിന്നെ പമ്പ്സ്, ഒരുപാട് മെക്കാനിക്കൽ ടൈപ്പ് ഓഫ് എക്യുപ്മെന്റ്സ് ഉണ്ടായിരിക്കും കപ്പലുണ്ടായിരിക്കും. ഇതിൻ്റെ എല്ലാം വർക്കിങ്ങും പിന്നെ അതിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ ഈ മറൈൻ എഞ്ചിനീയറുടെ ഒരു ജോബായിരിക്കും. മാത്രമല്ല അവർക്ക് ആ 50 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ഉള്ള എഞ്ചിൻ റൂമിൽ ഹവേഴ്സ് വർക്ക് ചെയ്യണം. മാത്രമല്ല അതിൻ്റെ ഇപ്പം ഷിപ്പിന്റെ ഈ ക്രാങ്കിന്റെ ഒക്കെ ഉള്ളിൽ ഇറങ്ങി ഒക്കെ എന്ത് ചെയ്യണം, എഞ്ചിന്റെ ഉള്ളിലൊക്കെ കുറച്ച് പണിയുണ്ട്. വലിയ ഹെവി ഹാമർ ഒക്കെ എടുത്ത് അപ്പം അതെല്ലാം എടുത്ത് എന്ത് ചെയ്യേണ്ട. മാത്രമല്ല അത് നമ്മൾ മറ്റു മെയിൻ്റനൻസിലൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പാർട്ട് ഓർഡർ ചെയ്ത് വരുത്താം. നമുക്ക് സാധനം കേടുന്നു കഴിഞ്ഞാല് നമുക്ക് പുറത്തുനിന്ന് എടുത്തു കൊടുത്താൽ ഇവിടെ നമുക്ക് അതിന്റെ പാർട്ട് കിട്ടും. ഇത് കപ്പലിന്റെ ഇടയിലുള്ള എല്ലാ മെയിൻ്റനൻസും അതിന്റെ എല്ലാം അവിടെ ലെയ്ത്തും എല്ലാം എന്തുണ്ടായിരിക്കും കപ്പലിൽ തന്നെ വർക്ക്ഷോപ്പൊക്കെ അത് ഉണ്ടാവും. അപ്പൊ അവിടെ എന്തെങ്കിലും കോമ്പണന്റ് ഉണ്ടെങ്കിൽ അത് അവിടെ ഉണ്ടാക്കണം. അത് മീൻസ് ആ സൊല്യൂഷൻ അവിടെ തന്നെ എന്ത് ചെയ്യണം, ഇവര് വരുത്തണം. അപ്പം ആ ഒരു എഞ്ചിനീയർ ജോബ് എന്ന് പറഞ്ഞാൽ വളരെ ഒരു സില്ലി ആയിട്ടുള്ള എഞ്ചിനീയർ ജോബ് അല്ല, പക്ക എഞ്ചിനീയർ ആയിട്ട് എന്ത് ചെയ്യും, ഒരു ഹെവി ആയിട്ടുള്ള ഒരു ജോബ് തന്നെയാണ് അത്. കുറച്ച് ആരോഗ്യമൊക്കെ വേണം, കുറച്ച് ആരോഗ്യം വേണം, ഒരു മനഃശക്തിയൊക്കെ എന്ത് വേണം. ഈ വീട്ടിൽ നിന്നൊക്കെ വിട്ടുനിന്ന് കപ്പലിലൊക്കെ നിൽക്കുന്ന ആ ഒരു മനഃശക്തിയും ആരോഗ്യം ഒക്കെ ഉള്ള ആളുകൾക്കാണ് എന്തുള്ളത്. അതിൽ തന്നെ ഇപ്പൊ ഈ ജെൻഡർ ഇത് ഉള്ളത് കൊണ്ട് പല കമ്പനികളും ഇപ്പൊ എൻവയോൺമെന്റ് സ്പെഷ്യലിസ്റ്റുകളാണ്, അതുപോലെ ജെൻഡർ ഞങ്ങൾക്ക് ഇതുണ്ട് എന്നൊക്കെ ഉള്ളത് കാണിക്കാൻ വേണ്ടി ഇപ്പം കമ്പനികൾ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഫീമെയിൽ സ്റ്റുഡൻസിന് എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് ഫസ്റ്റ് ഇയർ തന്നെ പ്ലേസ്മെന്റ് കിട്ടുകയാണ്. ഇത് ഫസ്റ്റ് ഇയർ തന്നെ ഡൈവേഴ്സിറ്റി ആ ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു ഇൻക്ലൂസിവിറ്റിയുടെ ഇതുണ്ടല്ലോ, ആ ഇൻക്ലൂസിവിറ്റിയുടെ ഭാഗമായിട്ട് ഇപ്പം കമ്പനികളൊക്കെ. പക്ഷെ പെൺകുട്ടികളാണ് ആരാണെങ്കിലും പണിയൊക്കെ എടുക്കേണ്ടി വരും. പണിയെടുക്കേണ്ടി വരും. അപ്പം പണിയെടുക്കാൻ ആ ഒരു ചെയ്യണം. അതുപോലെ തന്നെ ഈ അവരെ സേഫ്റ്റി ആയിട്ട് വർക്ക് പ്ലേസ് എന്നൊക്കെയുള്ള അതൊക്കെ ഭയങ്കര ഡിസ്കഷൻ ഉണ്ട്, വിമൺ സേഫ്റ്റി ആയിട്ട് വർക്ക് പ്ലേസ് എന്നൊക്കെ ഉള്ളത്. അപ്പം അതൊക്കെ അങ്ങനെ ഭയങ്കര ബോൾഡൊക്കെ ആയിട്ടുള്ളവർക്ക് എന്ത് ചെയ്യുള്ളൂ, അത് നിൽക്കാൻ പറ്റുള്ളൂ, അവിടെ പിടിച്ചു നിൽക്കണമല്ലോ. അപ്പം പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെയാണ് നോട്ടിക്കൽ സയൻസിലേക്ക് വരുമ്പം അപ്പൊ എഞ്ചിനിലുള്ളവരാണ് മറൈൻ എഞ്ചിനീയേഴ്സ്. നോട്ടിക്കൽ സയൻസ് യഥാർത്ഥത്തിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ അവര് ഈ കപ്പലിനെ നാവിഗേറ്റ് ചെയ്യുന്നവരാണ്. അതായത് നമ്മുടെ ക്യാപ്റ്റൻ, അതായത് കപ്പലിന്റെ നേരത്തെ യഥാർത്ഥത്തിൽ ഒരു കപ്പലിന്റെ ചീഫ് ആരായിരിക്കും, ക്യാപ്റ്റൻ ആയിരിക്കും. ക്യാപ്റ്റൻ അതേ ഈക്വലന്റിൽ തന്നെ എന്ത് വരിക, ഈ ചീഫ് എഞ്ചിനീയർ വരിക. പക്ഷെ എങ്കിലും ഒരു നാഥനിൽ ഉണ്ടാവാൻ പറ്റും. സാലറിക്ക് ഒരുപോലെ ആയിരിക്കും, പക്ഷെ ക്യാപ്റ്റൻ ആയിരിക്കും കാണുന്ന ആളാ ക്യാപ്റ്റൻ. നോട്ടിക്കൽ സയൻസ് അവരുടെ മെയിൻ ഉത്തരവാദിത്വം നാവിഗേഷൻ ആണ്. അപ്പം കപ്പലിനെ നയിക്കുക എന്നുള്ളതാണത്, അപകടങ്ങളൊന്നും ഇല്ലാതെ പിന്നെ ഏത് ഹസാർഡസ് സിറ്റുവേഷൻസിലും ഏത് എൻവയോൺമെന്റിലും ഏത് കാലാവസ്ഥയിലും കപ്പലിനെ എന്ത് ചെയ്യുക, നയിക്കുക എന്നുള്ളതാണ് അവരുടെ നാവിഗേഷനാണ് അവരുടെ ഉത്തരവാദിത്വം. അപ്പോൾ കുറച്ചൊക്കെ എഞ്ചിനീയറിംഗും അവർക്ക് എന്ത് ചെയ്യേണ്ട ഒരു ബേസിക് രണ്ട് കൂട്ടർ ഇവരൊക്കെ എല്ലാവരും മറൈൻ എഞ്ചിനീയറും കുറച്ച് നോട്ടിക്കൽ സയൻസും കുറച്ച് നാവിഗേഷൻ ഒക്കെ പഠിക്കും. അത് ഒരു പക്ഷെ അവർ മെയിൻലി നാവിഗേഷൻ എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ കോർ സബ്ജക്ട്സ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ മേ ബി മാത്സോ ഫിസിക്സോ അങ്ങനെ അതുണ്ടാവും. പിന്നെ കുറച്ച് അവർക്ക് ഇലക്ട്രിക്കലൊക്കെ ഉണ്ടായിരിക്കും, കൺട്രോൾസ് ഇലക്ട്രിക്കൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇത്തിരി മെക്കാനിക്കലും നാവിഗേഷനൊക്കെ ഉണ്ടായിരിക്കും. അപ്പം പിന്നെ കുറച്ച് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്തുണ്ടായിരിക്കും ഇവർക്ക് പഠിക്കാനുണ്ടായിരിക്കും. പിന്നെ ഇവർക്ക് തന്നെ പൊതുവെ IMUവിൻ്റെ ക്യാമ്പസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇവർക്ക് നാവിഗേഷൻ സിമുലേറ്റേഴ്സ് ഉണ്ട്. അതായത് നമ്മളൊരു വെർച്വലി കപ്പൽ പിന്നെ നാവിഗേറ്റ് ചെയ്യുന്ന ഒരിതുണ്ട്. അപ്പോൾ അവർ ഈ BSc നോട്ടിക്കൽ സയൻസ് ആണ് അതിൻ്റെ മെയിൻ പ്രോഗ്രാം. BSc നോട്ടിക്കൽ സയൻസ് കഴിഞ്ഞിട്ട് അവർ ഈ ഡെക്ക് സൈഡിലേക്ക് പോകും. ഡെക്ക് സൈഡിൽ ഡെക്ക് ഓഫീസറായി കയറി അങ്ങനെ ഉയർന്നവർക്ക് എന്ത് ചെയ്യാൻ ക്യാപ്റ്റൻ വരെ പോകാൻ പറ്റും. മറ്റവർ എഞ്ചിൻ കാഡറ്റായി കയറി ചീഫ് എഞ്ചിനീയർ വരെ എന്ത് ചെയ്യും, ബിടെക് മറൈൻ എഞ്ചിനീയർ കഴിഞ്ഞവർ പോകും. ഇവരൊക്കെ ജനറലി ഒരു സാലറി റേഞ്ച് ഒക്കെ എങ്ങനെയായിരിക്കും? സാലറി റേഞ്ച് യഥാർത്ഥത്തിൽ എന്താ വെച്ചാൽ ഇതൊരു കരിയറിൽ കയറിയതിന് ശേഷമാണ് ഇവരുടെ ഒരു പ്രോഗ്രഷൻ എന്ത് ചെയ്യണത് തുടങ്ങുന്നത്. ആദ്യം ഇവർ എന്ത് ചെയ്യുന്ന ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി കഴിഞ്ഞുകൊണ്ട് മാത്രം കാര്യമല്ല.
അപ്പോൾ നമ്മളിപ്പോൾ ഏത് എക്സ്പീരിയൻസ് എന്നുള്ളത് അതായത് എക്സ്പീരിയൻസ് എന്നുള്ളതിലേറെ ഇവർക്ക് സെയിലിംഗ് മസ്റ്റാണ്. അപ്പോൾ ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ അവർക്ക് ഒരു യൂണിവേഴ്സിറ്റി ഡിഗ്രി കിട്ടും. തിയറിയെ പഠിച്ചിട്ടുള്ളൂ. തിയറി പഠിച്ചിട്ടുള്ളൂ. അവർ ഈ കപ്പലിൽ ജോലി ചെയ്യാൻ പ്രാപ്തരാവണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ എന്ത് ചെയ്യണം, അവർ സർട്ടിഫിക്കറ്റ് ഓഫ് കോമ്പിറ്റൻസി ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് അവർ നടത്തുന്ന അവരുടെ അടുത്തുനിന്ന് ചില സർട്ടിഫിക്കറ്റ് ഓഫ് കോമ്പിറ്റൻസി വേണം. മനസ്സിലായി. അതുണ്ടെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കപ്പലിൽ ജോലിക്ക് കയറാൻ പറ്റും. അപ്പോൾ ആദ്യം ഒരു ട്രെയിനിങ് വേണം. അപ്പോൾ അതിനെന്ത് ചെയ്യണം, ആദ്യം ഒരു 6 to 9 months ഇവർക്ക് ഒരു സെയിലിംഗ് കിട്ടണം. അപ്പം ബിടെക് കഴിഞ്ഞ ഉടനെ അല്ലെങ്കിൽ BSc നോട്ടിക് സയൻസ് കഴിഞ്ഞ ഉടനെ എവിടെയെങ്കിലും ഒരു കപ്പലിൽ എന്ത് ചെയ്യണം, ഒരു സെയിലിങ്ങിന് കയറുക എന്നുള്ളതാണ്. അതാണ് ഇവരുടെ യഥാർത്ഥത്തിലുള്ള പ്ലേസ്മെന്റ്. അത് നല്ല കമ്പനിയും നല്ല ഇതാണെങ്കിൽ എന്താണ് കൂടുതൽ എന്തായിരിക്കും, ആ കമ്പനി തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉയർന്നു പോകാൻ പറ്റും എന്നുള്ളതാണ്. അതിൽ കൂടുതൽ ഡോളേഴ്സിലാണ്. ഡോളേഴ്സിലാണ്. അപ്പോൾ ഇവരിപ്പോൾ നമുക്ക് ഇവർക്ക് ഒരു തുടക്കത്തിലൊക്കെ ഇവർക്ക് എന്തായിരിക്കും കുറഞ്ഞ ഡോളേഴ്സൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇവർ ഒരു പിന്നെ ഓരോ ലെവലിൽ കഴിഞ്ഞ് ഇപ്പം ഫസ്റ്റ് ഒരു 4th എഞ്ചിനീയർ, അതിന് MEO Class 4 എന്നുള്ള എക്സാം ഉണ്ട്. അത് കഴിഞ്ഞ് കുറച്ചും കൂടി സെയിൽ ചെയ്തു. പിന്നെ 3rd എഞ്ചിനീയർ, പിന്നെ ഒരു അടുത്തൊരു എക്സാം ഉണ്ട് MEO Class 2. അത് കഴിഞ്ഞ് 2nd എഞ്ചിനീയർ ആവും. പിന്നെ MEO Class 1 എന്നുള്ളൊരു എക്സാം ഉണ്ട്. അത് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ചീഫ് എഞ്ചിനീയർ ആയി. അതൊരു 10 to 12 years ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും. ഒരു ചീഫ് എഞ്ചിനീയർ ഒക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഒരു സാലറി ഏകദേശം ഒരു $10,000 ഒക്കെ എന്ത് ചെയ്യും പെർ മന്ത് വരും. $10,000 എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 10 ലക്ഷം രൂപ. 10 ലക്ഷം രൂപ. ഓക്കെ. അത് തന്നെ അവർ വളരെ ഇപ്പം നമ്മൾ ഹോർമുസിനെ കുറിച്ച് പറഞ്ഞല്ലോ, അതിൽ തന്നെ വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഈ ഷിപ്സിനെ എഞ്ചിനീയറാണ് വിചാരിക്കാം. LNG വെസൽസ്, അതുപോലെ LPG വെസൽസ്, അതിൽ ഹസാർഡസ് കെമിക്കൽസ്, ഓയിൽ ടാങ്കേഴ്സ്, കുറച്ചുകൂടി കെയർഫുള്ളി അതൊക്കെ അതിനവർ സം സ്പെഷ്യലൈസ്ഡ് കോഴ്സസ് ഒക്കെ എന്ത് ചെയ്യണം, അവർ ചെയ്യണം. അതിന് എലിജിബിൾ ആവണമെന്നുണ്ടെങ്കിൽ സം കോഴ്സസ് ചെയ്ത് അതിൻ്റെ എക്സാം ഒക്കെ എന്ത് ചെയ്യണം, അവർ ഇൻ ബിറ്റ്വീൻ അത് ജോലിൻ്റെ ഇടയിൽ എന്ത് ചെയ്യണം, അവർ അത് ചെയ്യണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈവൻ $20,000 up to $20,000 വരെ കൊടുക്കുന്ന കമ്പനികളുണ്ട്. അപ്പം അങ്ങനെ ഒരു ഹൈലി പെയ്ഡ് പ്രൊഫഷണൽസ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒന്ന് ഈ ഹാർഡ്ഷിപ്സിനൊക്കെ ആൾ കുറച്ച് റെഡി ആയിരിക്കണം. ഇപ്പോൾ നോട്ടിക്കൽ സയൻസ് ആവട്ടെ മറൈൻ എഞ്ചിനീയറിംഗ് ആവട്ടെ, കുറച്ച് ഈ പറഞ്ഞ പോലെ നമ്മൾ വീട്ടിൽ നിന്ന് വിട്ട് നിൽക്കേണ്ടി വരും. 6 months ജോബ്, മേ ബി ഒരു 3-4 months വെക്കേഷൻ എന്ന് പറഞ്ഞ പോലെ അങ്ങനത്തെ ആയിരിക്കും. ജോബ്സ് പലപ്പോഴും കണ്ടിന്യൂസ് ആയിരിക്കും. കുറച്ചും കൂടി സമയം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. നൈറ്റ് ഷിഫ്റ്റുകൾ ഉണ്ടാവും അല്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. റൈറ്റ്. അതോടൊപ്പം കുറച്ചും കൂടി പഠിക്കാനും റെഡി ആവണം. അതായത് വെറുതെ ഇത് ഇങ്ങനെ നാട് ചുറ്റിയോണ്ട് മാത്രം ഈ ശമ്പളം കിട്ടൂല. പറഞ്ഞ പോലെ പല സർട്ടിഫിക്കേഷൻസ് ഓരോ ലെവലായിട്ട് അതിനു വേണ്ടി നമ്മൾ പഠിക്കണം, സെയിൽ ചെയ്യണം. അതെ, ഒരു കണ്ടിന്യൂസ് ആയിട്ട്, അതായത് ജോബിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവർ നിരന്തരം എക്സാമുകൾ എഴുതിയിട്ട് എന്ത് ചെയ്യണം, ഓരോ ലെവലിൽ ഇപ്പോൾ MEO Class 1 ചീഫ് എഞ്ചിനീയർ ആവാനുള്ള എക്സാം ഒക്കെ അത്യാവശ്യം ടഫാണ്. അത് പിന്നെ എത്ര എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എഴുതാനും പറ്റുന്നുണ്ട്. ഇടയിൽ ഓരോ 2 year 3 year എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓരോ ലെവലിൽ എന്തുണ്ട്. പക്ഷേ അങ്ങനെയാണെന്നുണ്ടെങ്കിലും ഹൈലി റിവാർഡിങ് ആയിട്ടുള്ള എന്താണ് AIക്ക് ഇതിനെ അത്ര പെട്ടെന്ന് റീപ്ലേസ് ചെയ്യാൻ എനിക്ക് കേട്ടപ്പോൾ എനിക്ക് അത്ര പെട്ടെന്ന് പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ എന്തായാലും ഒരു ഹ്യൂമൻ ഇന്റർവെൻഷൻ വേണ്ടി വരുന്ന ഒരു ഫീൽഡ് ആയിരിക്കും തോന്നുന്നത്. അതെ, പ്രസന്റ്ലി നമ്മളുടെ ഒരു എന്താണ് ചിലപ്പോൾ AI അവസാനം റീപ്ലേസ് ചെയ്യുന്ന ചിലപ്പോൾ ജോബുകളിലേക്ക് ഒന്നായിരിക്കും. പക്ഷെ കമ്പനികൾ എന്ത് ചെയ്യേണ്ടതെന്ന് അറിയാം. വേറൊരു കാര്യം, കമ്പനികൾ ഇവര് ഇപ്പോൾ ഡിജിറ്റലൈസേഷൻ, അതേപോലെ AI അവർക്ക് പല കാര്യങ്ങളിലും ഇപ്പം റൂട്ട്സ്, നാവിഗേഷൻ, പല കാര്യങ്ങളിലും പിന്നെ ഡാറ്റ ഒക്കെ വെച്ചിട്ട് AI ML ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് കുറേ കാര്യങ്ങളൊക്കെ പ്രിഡിക്റ്റ് ചെയ്യാനൊക്കെ പറ്റുമല്ലോ. അപ്പം അതിലുള്ള എക്സ്പേർട്സിനും എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പം കമ്പനികൾ. ഇപ്പം ഈ ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇവർ കയറി ആൾക്ക് ഡിജിറ്റലൈസേഷനിലും AIയിലും ML ഒക്കെ എന്തുണ്ട്, കുറച്ച് സ്കിൽസ് ഒക്കെ ഉണ്ട്. അതിൽ സൈബർ സെക്യൂരിറ്റിയിൽ കുറച്ച് സ്കിൽസ് ഒക്കെ ഉണ്ട്. അവർക്ക് അവിടെ നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഷൈൻ ചെയ്യാൻ പറ്റുന്ന. കാരണം അതുപോലെ തന്നെ ഡീകാർബണൈസേഷൻ, ഗ്രീൻ ഷിപ്പിംഗ്, അങ്ങനെ കുറേ എമർജിങ് ഏരിയാസ് കൂടി എന്തുണ്ട്. അപ്പോൾ ഈ കോഴ്സ് മറ്റു കോഴ്സുകളിൽ ചെയ്യുന്നവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഈ എമർജിങ് ഏരിയാസിലേക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അവർക്ക്. അവിടെ അങ്ങനെയുള്ള ചില ഓപ്പർച്യൂണിറ്റീസും എന്തുണ്ട് ഇപ്പം മാരിടൈം ഫീൽഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. യെസ്. അപ്പോൾ നമ്മൾ 3 കോഴ്സുകളെ കുറിച്ച് പറഞ്ഞു: മറൈൻ എഞ്ചിനീയറിംഗ്, നേവൽ ആർക്കിടെക്ചർ ആൻഡ് BSc നോട്ടിക്കൽ സയൻസ്. വേറെ എന്തെങ്കിലും കോഴ്സസ്? അതിൽ തന്നെ പിന്നെ ഒരു ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ് ഉണ്ട്. അതിപ്പോൾ നമ്മുടെ ബിടെക് പോളി ഡിപ്ലോമ ഉണ്ടല്ലോ, അതുപോലെ നോട്ടിക്കൽ സയൻസിൽ ഡിപ്ലോമ പ്രോഗ്രാം ഉണ്ട്. അപ്പം പൊതുവെ BSc നോട്ടിക്കൽ സയൻസ് ആണ് പൊതുവെ നമുക്ക് പ്രിഫർ ചെയ്യാൻ. കാരണം ഒരു ഗ്രാജുവേഷൻ കോഴ്സ് ആണല്ലോ. ഇനി ഒരാൾക്ക് DNSലാണ് അഡ്മിഷൻ കിട്ടണമെങ്കിൽ അവർ കുറഞ്ഞ പീരീഡ് കൊണ്ട് കോഴ്സ് കഴിഞ്ഞു, പിന്നെ അവരെന്ത് ചെയ്യണം, വീണ്ടും സെയിൽ ചെയ്ത് വീണ്ടും സം എക്സാംസ് ഒക്കെ എഴുതിയിട്ട് എന്ത് ചെയ്യണം, BSc നോട്ടിക്കൽ സയൻസിന്റെ ഈക്വലന്റ് ആയിട്ട് പിന്നെയും അങ്ങനെയാണ് എന്ത് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കരിയർ പ്രോഗ്രഷൻ വേണമെങ്കിൽ വീണ്ടും പഠിക്കണം എന്നുള്ളതാണ്. BBA MBA ഉണ്ടെന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. BBA MBA പ്രോഗ്രാംസ് നമുക്ക് മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് ആണത്, സ്കൂൾ ഓഫ് മാരിടൈം മാനേജ്മെന്റ് എന്നുള്ളത്. കാരണം IMU രൂപീകരിക്കുമ്പോൾ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോർട്ട് മാനേജ്മെന്റ് കൽക്കട്ടയിലെ ഖിദർപൂരിൽ ഉണ്ടായിരുന്ന IIPM ഈ ചെന്നൈയിലുണ്ടായിരുന്ന NIPM ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അതെല്ലാം കൂടി ഇതിൽ ക്ലബ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഒരു മാനേജ്മെന്റ് എന്നുള്ളൊരു സ്ട്രോങ് ആയിട്ടുള്ള വിങ് ഉണ്ട്. അപ്പോൾ ഈ മാരിടൈം മാനേജ്മെന്റ്, സ്കൂൾ ഓഫ് മാരിടൈം മാനേജ്മെന്റ് കീഴിലാണ് എന്ത് ചെയ്യുന്നത്, ഈ BBA ഇൻ ലോജിസ്റ്റിക്സ്, റീറ്റെയിലിംഗ്, ഇ കൊമേഴ്സ്, BBA പോർട്ട് ആൻഡ് മാനേജ്മെന്റ്, അതുപോലെ MBA പോർട്ട് റിലേറ്റഡ് ലോജിസ്റ്റിക്സ്. അതെ അതെ അതെ. കുറച്ചും കൂടി ഷിപ്പിലെ ജോബ് ആവില്ല, പക്ഷെ ഒരു കുറച്ചും കൂടി ഒരു ഷോറില്, പക്ഷേ ഇന്റർനാഷണൽ ഇപ്പം നമ്മുടെ ക്യാമ്പസിൽ MBA ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്നുള്ള പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അവർക്ക് ഈ ലോജിസ്റ്റിക്സ് കമ്പനികൾ, ഷിപ്പിംഗ് കമ്പനികളിൽ കണ്ടെയ്നർ മൂവ്മെന്റ്സ്, അതിലൊക്കെയുള്ള എന്താണ് ജോബ്സ് ആണ്. ഒരു കുഴപ്പമില്ലാത്ത പിന്നെ അതിലൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള, ഇപ്പോൾ കമേഴ്സ് ഫീൽഡിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് ഒരു ലോജിസ്റ്റിക്സ് പൊതുവേ എന്താണ് ഇപ്പം അത്യാവശ്യം GCC കൺട്രീസിലൊക്കെ എന്തുണ്ട്, ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻസിലൊക്കെ എന്തുണ്ട്, അത്യാവശ്യം നല്ല പിന്നെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റും എന്തുണ്ട് IMU ഈ മാരിടൈം മാനേജ്മെന്റ് എന്നുള്ള ആ ഒരു ഫീൽഡിലുള്ള സം കോഴ്സസും എന്തുണ്ട് ഉണ്ട്. ഇനി കീ ആയിട്ടുള്ള ഒരു ചോദ്യം, ഇതൊക്കെ കിട്ടണം ഇപ്പോൾ ഒരാൾക്ക് ഇത്രയും അഡ്വഞ്ചറസ് ആയിട്ടുള്ള, അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായിട്ടുള്ള, യാത്ര ചെയ്യാൻ തയ്യാറായിട്ടുള്ള റൈറ്റ് ആളുകൾ ഒരുപാട് ആൾക്കാരുണ്ട്. അതിനോട് തന്നെ പല ആൾക്കാരും ചോദിക്കാറുണ്ട് ഈ മെർച്ചന്റ് നേവി, ലൈക്ക് അൾട്ടിമേറ്റ്ലി നമ്മളിപ്പോൾ പറഞ്ഞൊക്കെ മെർച്ചന്റ് നേവിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഇപ്പോൾ മെർച്ചന്റ് നേവിയിൽ ഇങ്ങനെ എത്തണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ കൊൽക്കത്ത, മുംബൈ ക്യാമ്പസുകൾ എത്തണം എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? IMU CET എന്നുള്ള എക്സാം ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ എക്സാമിനെ കുറിച്ചൊന്ന് പറയാം. ഇപ്പോൾ മർച്ചന്റ് നേവി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഈ കോഴ്സസ് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ത്യൻ നേവി, അതുപോലെ തന്നെ അങ്ങനെയുള്ള US നേവി അങ്ങനെയല്ല, അവർക്കും എന്തുണ്ട് സം എക്സാംസ് എഴുതി കഴിഞ്ഞാൽ, ഇപ്പം നമ്മളെ കുട്ടികൾ തന്നെ ഇപ്പോൾ ഈ വർഷം 10-15 പേര് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളുടെ ഫൈനൽ ഇയേഴ്സിലുള്ളവർ സം എക്സാംസ് ആൻഡ് ഇന്റർവ്യൂ ഒക്കെ എഴുതിയിട്ട് ഇന്ത്യൻ നേവിയുടെ അതിലേക്ക് പോകുന്നുണ്ട്. അപ്പം നമ്മളുടെ അങ്ങനത്തെ നമ്മുടെ ഡിഫൻസ് നേവി അല്ലെങ്കിൽ അങ്ങനത്തെ കമേഴ്സ്യൽ ഇതാണ്. അപ്പം ഇത് കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം കുസാറ്റിലെ ഈ നേവൽ ആർക്കിടെക്ചർ കഴിഞ്ഞവർ പലരും എന്ത് ചെയ്യുന്നുണ്ട്, നേവിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവർ നേവൽ കൺസ്ട്രക്ഷൻ വിങ് NCW, ഈ വാർഷിപ്സിന്റെ ഒക്കെ കൺസ്ട്രക്ഷൻ ഒക്കെ ഉള്ള വേറെ ഏരിയ. നമ്മുടെ കൽക്കത്തയിൽ തന്നെ GRSC ഉണ്ട്, ഗാർഡൻ റീച്ച് ഷിപ്പ് എഞ്ചിനീയറിംഗ്. അത് മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ കീഴിലുള്ള. അവിടെ എന്താ വെച്ചാൽ വാർഷിപ്സ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ കുട്ടികളായിട്ട് അവിടെ പിന്നെ വിസിറ്റിന് പെർമിഷൻ എടുത്തിട്ട് ഇപ്പം പോയിട്ടുണ്ടായിരുന്നു. അത് എന്താണ് വാർഷിപ്സ് എന്ത് ചെയ്യുന്നു, ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലും എന്തുണ്ട്, ഇവർക്കൊക്കെ ഓപ്പർച്യൂണിറ്റീസ്, ഡിഫൻസിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മൾ മർച്ചന്റ് ഷിപ്പ് നേവിയാണ്, പക്ഷേ കൂടുതൽ പേരും എന്തായാലും മർച്ചന്റ് നേവിയിലായിരിക്കും പോകാന്നുള്ളൂ. ഈ മർച്ചന്റ് നേവിയിൽ ഈ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള IMU CET എന്നുള്ളൊരു എൻട്രൻസ് ആണ് യഥാർത്ഥത്തിൽ എഴുതേണ്ടത്. ഇപ്പം ഈ വർഷം മെയ് 24 എക്സാം ഉള്ളത്. ഒരു 3 hour എൻട്രൻസ് ആണ്. മെയ് 24 അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇപ്പം അപ്ലൈ ചെയ്യാൻ പറ്റും. അത് ഏപ്രിൽ 24 വരെ അപ്പോൾ സമയമുണ്ട്. നമ്മളിത് പബ്ലിഷ് ചെയ്തിട്ട് മേ ബി ഒരു 10 days കൂടി, നിങ്ങൾക്ക് 10 to 12 days നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സമയമുണ്ട്. ഒന്നാലും എഴുതി നോക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാം. അതെ. പൊതുവെ നമ്മളിപ്പം കുട്ടികൾ പല എൻട്രൻസുകൾ എഴുതല്ലോ. നമ്മളിപ്പം കുസാറ്റ് എൻട്രൻസ് എഴുതും, കീം എൻട്രൻസ് എഴുതും. അപ്പം പൊതുവെ ഞാൻ പറയുന്നത് വെച്ചാല്, നമ്മൾ ഇപ്പോൾ ഒരാൾ JEEക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കീമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അവർ 1-2 എക്സാമിന് അവർ അതിന്റെ സ്റ്റൈലിൽ പ്രിപ്പയർ ചെയ്യുന്നു. വേറൊരു എക്സാമിന് എന്ത് ചെയ്യുന്നു, അതിനോട് അടുപ്പിച്ചിട്ടുള്ള കുറച്ച് ദിവസങ്ങൾ മാത്രം എന്ത് ചെയ്യുന്നു, അതിന്റെ ഒരു PYQ ഒക്കെ നോക്കി സ്റ്റൈലൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു എക്സാം അപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എന്തുണ്ട് ഓൺലൈനിൽ അതിനെക്കുറിച്ചുള്ള യൂട്യൂബ്സ് വീഡിയോസ് പലതും അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. അതിൽ ഏകദേശം ഒരു ഇംഗ്ലീഷ് ഒരു 40 questions, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ഒരു 40 questions, അതുപോലെ ഫിസിക്സ് ആൻഡ് മാത്സ് 50 questions ഈച്ച്, കെമിസ്ട്രി 20 questions, അങ്ങനെ 200 questions ആണ്. 3 hour എക്സാം ആണ്. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, 0.25 മാർക്ക്. ഒരു റോങ് ആൻസറിന് എന്തുണ്ട് നെഗറ്റീവ് മാർക്കിംഗ്. ലെവൽ എന്താ, ജയിൽക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആ ലെവലിലുള്ള എക്സാം ആണ് പൊതുവെ. ഇപ്പം കൂടുതൽ ക്വസ്റ്റ്യൻ 3 മണിക്കൂറിൽ കൂടുതൽ 200 ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ ഏകദേശം 1 മിനിറ്റിന്റെ താഴെ എന്ത് ചെയ്യും, 180 minutesൽ 200 questions ഉണ്ട്. അപ്പോൾ അത് പൊതുവെ എന്താണ്, ഒരു ലളിതമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പൊതുവെ എന്തുള്ളത്. നമ്മളൊരു NCERTന്റെ ഒക്കെ ഫണ്ടമെന്റൽസ് അറിയുമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബേസിക്സ് അറിയുന്നവർക്ക്. വലിയൊരു എൻട്രൻസ് കോച്ചിങ്ങിന് പോവാത്ത ആളുകൾക്കും ക്രാക്ക് ചെയ്യാവുന്ന എക്സാം. അവരൊരു ഒരു +2 ഒരു മര്യാദ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫണ്ടമെന്റൽസ് ഗുഡ് തിങ്, നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കുട്ടികൾക്ക്. അതെ. അപ്പോൾ അവർ ആ ഫണ്ടമെന്റൽസ് നന്നായി പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും. പക്ഷെ വേറെ പ്രശ്നമുണ്ട്, നമ്മൾ essay എഴുതാൻ മാത്രം പഠിച്ചു പോയി കഴിഞ്ഞാൽ എക്സാമിന് മാത്രമേ കുട്ടികൾ ആ essay 10 മാർക്കിന്റെ essay എന്താ വരുന്നത്, അതിന് മാത്രം ആ ഒരു. അപ്പോൾ മേ ബി ഇതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക അല്ലെ, ഇതിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്ക് മെയ് 24 വരെ ചെയ്യാനുള്ളത് ഇതൊക്കെ അവൈലബിൾ ആണ്. അതെ. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇത് പഠിച്ച് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ IMUന്റെ ഡിഫറെന്റ് ക്യാമ്പസ് കഴിഞ്ഞ് IMU അല്ലാത്ത ഓപ്ഷൻസ് IMU CET വഴി. IMU CET യഥാർത്ഥത്തിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ഈ മാരിടൈം സെയിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട്സിലേക്കുള്ള അഡ്മിഷന് എല്ലാവരും IMU CET, ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യൻ്റെ ആസ് പെർ നോംസ് പ്രകാരം IMU CET മുഖേന ആയിരിക്കണം അഡ്മിഷൻ എന്നുള്ളതാണ് എല്ലാ പ്രീ-സീ ട്രെയിനിങ് പ്രോഗ്രാമുകൾക്കും. അതിൽ അതുപോലെ നോട്ടിക്കൽ സയൻസ്, അതുപോലെ തന്നെ മറൈൻ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രോഗ്രാംസിനും എന്ത് ചെയ്യണം, IMU
CET എഴുതണം. അപ്പോൾ അത് IMUവിൻ്റെ 6 ക്യാമ്പസുകളിലേക്ക് അഡ്മിഷൻ ഉണ്ട്. പിന്നെ ഒരു 17 കോളേജുകൾ IMUവിൻ്റെ അഫിലിയേറ്റഡ് കോളേജുകളുണ്ട് ഇന്ത്യയിൽ പല ഭാഗത്ത്, പ്രൈവറ്റ് സെക്ടറിലൊക്കെ. ഇപ്പോൾ തൊളാനി മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ എന്തുണ്ട്. പിന്നെ IMUവിൻ്റെ അഫിലിയേറ്റഡ് ക്യാമ്പസുകളുണ്ട്. പിന്നെ IMUവിൻ്റെ നോൺ അഫിലിയേറ്റഡ് ആയിട്ടുള്ള കുറേ ക്യാമ്പസുകളുണ്ട്. ഇപ്പം ചിലതൊക്കെ ഡീംഡ് യൂണിവേഴ്സിറ്റി, അപ്പോൾ ചെന്നൈ അമെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുസാറ്റിലെ മെറൈൻ എഞ്ചിനീയറിംഗ് IMU അതെ അതെ. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് കീഴിലുള്ള യൂണിവേഴ്സിറ്റി ഉണ്ട്, പ്രൈവറ്റ് അല്ലാത്ത. അത് IMUവിന്റെ നോൺ അഫിലിയേറ്റഡ് ആണ്, നോൺ അഫിലിയേറ്റഡ് ആയിട്ടുള്ള. അത് ഇറ്റ്സെൽഫ് ഈസ് യൂണിവേഴ്സിറ്റി. അമെറ്റ് കുസാറ്റ് ഒക്കെ എന്താണ്, ഇറ്റ്സെൽഫ് ഈസ് യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അവിടുത്തെ കുസാറ്റിലെ കുഞ്ഞാലിമരക്കാട് സ്കൂൾ ഓഫ് മറൈൻ എഞ്ചിനീയറിംഗിൽ അവിടെ അത്യാവശ്യം നല്ല മറൈൻ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമാണ്. അപ്പം അതിലും അപ്ലൈ ചെയ്യണമെന്നെങ്കിൽ എന്ത് ചെയ്യണം, IMU CET എന്ത് ചെയ്യണം, എഴുതണം. അപ്പോൾ എല്ലാം ഈ IMUവിൻ്റെ ക്യാമ്പസുകൾ, IMUവിൻ്റെ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള 17 കോളേജുകൾ, IMUവിൽ അഫിലിയേറ്റ് ചെയ്യാത്ത ഒന്നെങ്കിൽ സ്വയം യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കുസാറ്റ് പോലുള്ള, അല്ലെങ്കിൽ മറ്റു യൂണിവേഴ്സിറ്റികൾ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള അവിടെയൊക്കെ കിട്ടാൻ എന്ത് ചെയ്യണം, IMU CET എന്ത് ചെയ്യണം, ക്വാളിഫൈ ചെയ്യണം എന്നുള്ളത്. യെസ്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ പഠിച്ചിറങ്ങിയിട്ട് ഇപ്പോൾ പ്ലേസ്മെൻറ്റ്സ്, ഇപ്പോൾ സാലറി പറഞ്ഞു അത്യാവശ്യം നന്നായിട്ട് കുഴപ്പമില്ലാതെ ഏൺ ചെയ്യാൻ പറ്റും, നല്ലൊരു കരിയർ ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ളത് എന്താണ്, നമ്മൾ നല്ല രീതിയിൽ പോയാൽ ഉറപ്പാണെന്നുള്ളൊരു ഫീൽഡാണ്. എത്ര പെർസെൻറ്റേജ് ഒക്കെ ഒരു പ്ലേസ്മെൻറ്റ്സ് നമുക്ക് കുട്ടികൾക്ക് ജനറലി IMU ക്യാമ്പസുകൾ ഓഫർ ചെയ്യുന്നത്? IMU ക്യാമ്പസിൽ പൊതുവേ നമുക്കിപ്പോൾ നോട്ടിക്കൽ സയൻസ്, പ്രധാന പ്രോഗ്രാമിൽ നോട്ടിക്കൽ സയൻസ്, അതുപോലെ തന്നെ മറൈൻ എഞ്ചിനീയറിംഗ്, അതുപോലെ നേവൽ ആർക്കിടെക്ചർ, ഇതൊക്കെ ഒരു 75 to 100% ആ ഒരു റേഞ്ചിൽ എന്തുണ്ട് എലിജിബിൾ കുട്ടികൾ. ഒരു 75 to 100 ക്യാമ്പസ് നല്ലൊരു പ്ലേസ്മെന്റ്. അതിൽ തന്നെ ഇപ്പം IMUവിൻ്റെ ഇപ്പം കൊൽക്കട്ട ക്യാമ്പസിലൊക്കെ 280 ഇൻടേക്ക് ഉണ്ട്. അതിൽ ഓൾമോസ്റ്റ് 270 to 50+ കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവർ പ്ലേസ്മെന്റ് ആവുന്നുണ്ട്. ഈവൻ പിന്നെ കോഴ്സ് കഴിഞ്ഞിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെയും അവർക്ക് പ്ലേസ്മെന്റ്. കോഴ്സ് ഫീ ഒക്കെ എത്ര വരുന്നത്? കോഴ്സ് ഫീ ഇത് ഏകദേശം ഒരു റെസിഡൻഷ്യൽ പ്രോഗ്രാമാണ്. അപ്പോൾ റെസിഡൻഷ്യൽ പ്രോഗ്രാം ആയതുകൊണ്ട് അവർക്ക് പിന്നെ ഫുള്ളി റെസിഡൻഷ്യലാണ്. അപ്പോൾ അതടക്കം ഡേ സ്കോളേഴ്സ് എന്നല്ല, ഫുള്ളി റെസിഡൻഷ്യലാണ് ഈ പിന്നെ പ്രോഗ്രാംസ്. 2.75 lakh per annum ആണ് എന്ത് വരുന്നത്, നമ്മളുടെ ഒരു വർഷത്തെ ഇവരുടെ ഫീസ് വരുന്നത്. ഹോസ്റ്റൽ വേറെ ഇല്ല, ഹോസ്റ്റലൊക്കെ ഹോസ്റ്റലും ഭക്ഷണമൊക്കെ അടക്കം ഉള്ളതാണ് 2.75 lakh per annum. പിന്നെ പല ഗവൺമെന്റിലും പല സ്കോളർഷിപ്സും ഒക്കെ എന്തുണ്ട്. ഇപ്പോൾ IMUവിൻ്റെ സൈറ്റ് നോക്കിക്കഴിഞ്ഞാലും പ്രോസ്പെക്ടസ് നോക്കിക്കഴിഞ്ഞാലൊക്കെ ഇപ്പം SC STക്ക് സ്കോളർഷിപ്പ് ഉണ്ട്. അതുപോലെ ഓരോ ഗവൺമെന്റുകൾ, ഡിഫറെൻറ്റ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് പല സ്കോളർഷിപ്പുകൾ കൊടുക്കുന്നുണ്ട്. അപ്പം ഒരു പല ടൈപ്പ് ഓഫ് പിന്നെ അതുപോലെ തന്നെ പല ഷിപ്പിംഗ് കമ്പനികളും നല്ല കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ 50,000 1 lakh ഇന്റേൺഷിപ്സ് അങ്ങനത്തെ ഓഫർ ചെയ്യുന്നുണ്ടോ ഈ ഷിപ്പിംഗ് കമ്പനീസ്? ഇന്റേൺഷിപ്പിന് കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇടയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പല ഷിപ്പ് യാർഡ്സിലും അതിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ GRSC പറഞ്ഞല്ലോ, അതുപോലെ തന്നെ അവിടെ ഹൂഗ്ലി കൊച്ചിൻ ഷിപ്പ് യാർഡിൻ്റെ ഒരു ബ്രാഞ്ച് ഉണ്ട് കൽക്കട്ടയിൽ തന്നെ. അപ്പം ഹൂഗ്ലി കൊച്ചിൻ ഷിപ്പ് യാർഡിലൊക്കെ കുട്ടികൾ എന്ത് ചെയ്യും, ഇന്റേൺഷിപ്പിനും സം ബ്രേക്കിലൊക്കെ ഒരു ഇന്റേൺഷിപ്പിന് എന്ത് ചെയ്യും, അവർ അങ്ങനെ പോവാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ മേ ബി അടുത്ത് ഡിസ്കസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒന്നൊരു ക്യാമ്പസ് ലൈഫ്, IMUവിൻ്റെ ഒരു ക്യാമ്പസ് ലൈഫിനെ കുറിച്ച് എന്താണ് ഫവാസ് സാറിൻ്റെ ഒരു? ക്യാമ്പസ് ലൈഫ് എന്ന് പറയുമ്പോൾ പിന്നെ IMUവിൻ്റെ ഇപ്പം ഒരു കൊൽക്കട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു കൽക്കട്ട എന്ന് പറഞ്ഞാൽ ഒരു ഓൾഡ് സിറ്റിയാണ് ഇന്ത്യയിലെ ഒരു. അപ്പം ആ സിറ്റിൻ്റെ ഒരു സെൻറ്ററിൽ തന്നെയാണ് എന്തുള്ളത് IMUവിൻ്റെ ഒരു ക്യാമ്പസ് ഉള്ളത്. പിന്നെ ഹോസ്റ്റലുകളും എല്ലാം എന്താണ് പിന്നെ ഒരു ക്യാമ്പസിൽ തന്നെയാണ്. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ കുറച്ചും കൂടി ഒരു ട്രെയിനിങ് ഓറിയൻറ്റഡ് ആണ്. നമുക്ക് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രോഗ്രാംസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഏത് ഫീൽഡിലേക്ക് പോയാലും, മറൈൻ എഞ്ചിനീയറിംഗ് ആയാലും ഏവിയേഷൻ ആയാലും അങ്ങനത്തെ ഒക്കെ ഫീൽഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ഇപ്പോൾ IIT അല്ലെങ്കിൽ NIT ഒക്കെ വരുമ്പം അവരൊരു ജനറൽ എഞ്ചിനീയറിംഗ് ആണ്. അതുകൊണ്ട് എല്ലാ ബ്രാഞ്ചസൊക്കെ ഉള്ളത് കൊണ്ടുണ്ടാകുന്ന കുറേ ക്ലബ്സ്, എക്സ്പോഷേഴ്സ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതിലുണ്ടാവും. പക്ഷേ ഈ ട്രെയിനിങ് ഓറിയൻറ്റഡ് ആയി മാറുമ്പോൾ കുറച്ചും കൂടി എന്തായിരിക്കും, അത്ര വിശാലമായിട്ടുള്ള എന്തുണ്ടാവില്ല, അവരുടെ ആ ഒരു ഡിസിപ്ലിൻ എന്നുള്ള അവർക്ക് മൊത്തത്തിൽ വേണ്ട ഒരു സാധനമാണെന്നുള്ളത്. അതെ അതെ അതെ. സെമി ആർമി ടൈപ്പ് ആണോ അങ്ങനെ പൊതുവെ പറയാറുണ്ട്. അങ്ങനെ പൊതുവെ പറയാറുണ്ട് നമ്മള്. പിന്നെ ഇതൊരു റെജിമെന്റൽ ടൈപ്പ് ഓഫ് ക്യാമ്പസ് ആണെന്നുള്ളത് എന്തെങ്കിലും ഉണ്ട്. അങ്ങനെ അവർക്ക് രാവിലെ എന്ത് ചെയ്യണം, പരേഡ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ രാവിലെ അങ്ങനെയൊക്കെയുള്ള ഓരോ ഫിസിക്കൽ എക്സസൈസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ല സ്വിമ്മിങ് ഉണ്ട്, സ്വിമ്മിങ് മാൻഡേറ്ററി ആണ്. അപ്പം അങ്ങനെ ഓരോരോ റെജിമെന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെ നമ്മളിപ്പം പാസിംഗ് ഔട്ട്, നമ്മൾ കോൺവക്കേഷനിൽ അതിന് വരുന്നത് പാസിംഗ് ഔട്ട് പരേഡാണ്. അപ്പം ആ പരേഡിൽ ഇപ്പം കഴിഞ്ഞ മാസം ഉണ്ടായിരുന്നു, ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് വന്ന് അവർ സല്യൂട്ട് സ്വീകരിച്ചു. നമ്മളൊരു പോലീസ് പാസിംഗ് ഔട്ട് ഒക്കെ ഉണ്ടാവുമല്ലോ, അതുപോലെ തന്നെയാണ് എന്ത് ചെയ്യണത്, അതെല്ലാം അങ്ങനെ വരുന്നത്. പക്ഷേ ക്യാമ്പസ് ലൈഫ് അവർക്ക് 10 to 4 കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പക്ഷേ പുറത്ത് പോകാനൊക്കെ കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ പല ക്യാമ്പസിലും ഉണ്ടായിരിക്കും. പക്ഷേ ക്യാമ്പസ് എന്നുള്ള അർത്ഥത്തിൽ അവർക്ക് പൊതുവെ കുഴപ്പമില്ല. മെഡിക്കൽ ഫിറ്റ്നസ് റിക്വയർമെന്റ് ഒക്കെ ഉണ്ടോ? മെഡിക്കൽ ഫിറ്റ്നസ് റിക്വയർമെന്റ് ഉണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മറൈൻ എഞ്ചിനീയറായി ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ അതായത് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ്
ചില അപ്രൂവ് ചെയ്ത ചില ഡോക്ടേഴ്സ് ഉണ്ട്, അവരുടെ അടുത്തുള്ള സർട്ടിഫിക്കറ്റ്സ് എന്ത് വേണം, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണം, അപ്പോൾ കണ്ണിൻ്റെ വേണം, എല്ലാ അവയവങ്ങളുടെയും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ അത് വേണം. അത് വളരെ സ്ട്രിഞ്ചൻ്റ് ആണ്. അതിലിപ്പോൾ എന്താ വെച്ചാൽ ഫോർ എക്സാമ്പിൾ മറൈൻ എഞ്ചിനീയറിംഗ് നോട്ടിക്കൽ സയൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ണെടുത്ത് നോക്കുകയാണെങ്കിൽ നോട്ടിക്കൽ സയൻസിൻ്റെ കണ്ണ് കുറച്ചും കൂടി സ്ട്രിഞ്ചൻ്റ് ആണ്. അവർക്ക് വിത്തൗട്ട് ഗ്ലാസ് ഇത്ര വേണം, അവർ വിത്തൗട്ട് ഗ്ലാസ് അവർക്ക് ഇത്രയിൽ എന്ത് ചെയ്യണം, ഇപ്പോൾ 6/9 വേണം, അത് വേണമെങ്കിൽ ഒന്നിൽ വന്നെങ്കിൽ 6/12 ആയിരിക്കും. അപ്പോൾ എന്താ വെച്ചാൽ കാരണം ഇവർ നാവിഗേറ്റ് ചെയ്യുന്നവരാണല്ലോ, അപ്പോൾ അവർക്ക് കണ്ണ് എന്തായിരിക്കും കുറച്ചും കൂടി ഒരു ഇതായിരിക്കും. പക്ഷെ പൊതുവെ നമ്മൾ അത്ര വലിയൊരു പ്രശ്നമല്ല, മീൻസ് അവർ നമ്മൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഉള്ളവർക്ക് മാത്രമേ എന്തുള്ളൂ, ഒരു നോർമൽ ആളുകൾക്ക് എന്തില്ല അത്ര ഇതെല്ലാം ഈ ടെസ്റ്റുകളെല്ലാം ഒരു ക്ലിയർ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ട്. കുറച്ച് ഫിസിക്കലി ആൻഡ് മെന്റലി ഡിമാൻഡിങ് ആണ് എന്നുള്ളതുകൊണ്ട് ഒരു ഡ്രോപ്പ് ഔട്ട് റേറ്റ് ഒക്കെ കുട്ടികളുടെ ഇടയിൽ ഉണ്ടോ? അങ്ങനെ ഒരു കുട്ടികൾ കുറച്ചൊക്കെ ഡ്രോപ്പ് ഔട്ട് ആവുന്നുണ്ട്. ഇപ്പം ഫസ്റ്റ് ഇയറിലൊക്കെ കഴിയുമ്പോഴേയും നമുക്ക് കുട്ടികളൊക്കെ കുറഞ്ഞ പെർസെൻറ്റേജ് കുട്ടികൾക്ക് എന്ത് ചെയ്യും, അവർക്ക് ഇത് എനിക്ക് പറ്റിയതല്ല, വലിയൊരു നമ്പർ ആവില്ല, മേ ബി ഒരു 5% കുട്ടികളൊക്കെ എന്ത് ചെയ്യും ചിലപ്പോൾ ഡ്രോപ്പ് ഔട്ടൊക്കെ ആയിട്ട് എന്ത് ചെയ്യും. ഒരു ക്ലാസ്സിൽ 40 ആളുടെ ക്ലാസ്സിൽ ഒരു 2-3 കുട്ടികളൊക്കെ എന്ത് ചെയ്യലുണ്ട്, അവർ ഡ്രോപ്പ് ഔട്ട് ചെയ്യലുണ്ട്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, അത് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഇയറിൽ ലാറ്ററൽ എൻട്രിയിൽ എന്ത് ചെയ്യും, ഇപ്പോൾ പോളി ഡിപ്ലോമ കഴിഞ്ഞ കുട്ടികളെ എന്ത് ചെയ്യും, പിന്നെ ലാറ്ററൽ എൻട്രിയിൽ വേറെ എക്സാം ഉണ്ട്, വേറെ എക്സാം അല്ല, അത് നേരിട്ട് പോളി ഡിപ്ലോമൻ്റെ ഒരു മാർക്കൊക്കെ വെച്ചിട്ട് ഇവരെന്ത് ചെയ്യും, ഇവർ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നു. നമ്മുടെ നാട്ടിലെ പോളി കഴിഞ്ഞ ആളുകൾക്ക് ഒരു മെക്കാനിക്കൽ ഡിപ്ലോമ കഴിഞ്ഞ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഈ ലാറ്ററൽ എൻട്രി അത് നമുക്ക് ഈ ബാക്കിയുള്ള സീറ്റിലേക്ക് ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ ബാക്കിയുള്ള സീറ്റിലേക്ക് എന്ത് ചെയ്യും, അങ്ങനെ കുട്ടികൾ വരുന്നുണ്ട്. ഒരു 10-15 കുട്ടികളൊക്കെ ഈ ലാറ്ററൽ എൻട്രിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലേക്ക് വരുന്നുണ്ട്. പോളി കഴിഞ്ഞൊക്കെ ഇങ്ങനെ വെറുതെ നടക്കുന്ന ആളുകൾ ഉണ്ടാവില്ല, ഇനി എന്ത് എന്നുള്ള അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ലാറ്ററൽ എൻട്രിയിൽ മറൈൻ എഞ്ചിനീയറിംഗിലേക്ക് കയറാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇവിടെ അപ്പോൾ ഒരു കുട്ടി ഇപ്പോൾ നമ്മളൊരു ഇത് കേൾക്കുന്ന ആളുകൾ ചിലപ്പോൾ 10th, 11th, 12th ഒക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഒരു ബേസിക്കലി അവരുടെ ഒരു ബേസിക് ഫിസിക്സ്, മാത്സ് എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു കെമിസ്ട്രിക്ക് വെയിറ്റേജ് കുറവാകുന്നുണ്ട്, പ്ലസ് ഇംഗ്ലീഷ് ആൻഡ് ഈ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ജനറൽ കുറെ റീസണിങ് അതുപോലെയുള്ള ഈ കാര്യങ്ങൾ വളരെ ഫണ്ടമെന്റൽ ആയിട്ട് പഠിച്ചൊന്ന് അതോടൊപ്പം അവരെ ഫിറ്റ്നസ്സിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ ചെയ്യാൻ പറ്റും, അവർക്ക് എത്തിച്ചേരാൻ പറ്റും എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. റൈറ്റ്. പിന്നെ എന്താ പറയുക, ഇങ്ങനെ ഒരു ഈ ഷിപ്സിലൊക്കെ പോകാൻ വേണ്ടി റെഡി ആവുക എന്നുള്ളതും ഇതിൽ വളരെ പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു ഫിസിക്കൽ ഡിമാൻഡിങ് സൈഡ് എന്താണ്? ഇപ്പോൾ ഒരു ജോബ് എന്നുള്ളതിൻ്റെ ഒരു ഡിഫിക്കൽട്ടീസ് നമ്മളിപ്പോൾ പറഞ്ഞു, പലതും നമ്മളൊരു വർക്ക്ഷോപ്പ് പോലെ തന്നെ നമ്മൾ പല സമയത്തും നമ്മൾ എമർജൻസീസിനൊക്കെ റെഡി ആയിരിക്കണം. ഒരു 6 months ഒക്കെ ഒരു ഷിപ്പിൽ സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? എന്താണ് അതിലൊരു തോട്ട്? അതിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് 2 ടൈപ്പ് ഫാക്കൽറ്റി ഉണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു മറൈൻ ഫാക്കൽറ്റി ഉണ്ടായിരിക്കും, അതായത് ഒരു സെയിലിംഗ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഇത് ഇപ്പോൾ ഈ ചീഫ് എഞ്ചിനീയറൊക്കെ ആയി കഴിഞ്ഞ് അവർക്ക് വേഗം റിട്ടയർ ചെയ്യാൻ പറ്റും, അത് കഴിഞ്ഞ് വന്ന ആളുകളുണ്ടാവും. അവരാണ് യഥാർത്ഥത്തിൽ മറൈൻ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നത്. നമുക്ക് കുറച്ച് തിയറി, നമ്മൾ ഈ കരയിൽ നിന്ന് നീന്തൽ പഠിപ്പിക്കുന്ന പോലെയാണ് നമ്മൾ അവിടുത്തെ ഇത് അല്ല. അപ്പം ആ സെയിലിംഗ് എക്സ്പീരിയൻസ് ഉള്ള ഫാക്കൽറ്റിക്ക് നേരൊക്കെയാണ് എന്താണ് അവർക്കത് യഥാർത്ഥത്തിൽ അതിൻ്റെ എല്ലാ ഡിഫിക്കൽട്ടീസ് ഒക്കെ എന്ത് ചെയ്യും. അപ്പം നമ്മുടെ പല സീനിയർ പ്രൊഫസേഴ്സൊക്കെ അവർ ചിലവരൊക്കെ സ്കോൾഡ് ചെയ്യണേ കേൾക്കാം, യു ആർ നോട്ട് ഫിറ്റ് ഫോർ സെയിലിംഗ്, നോട്ട് ഫോർ ദിസ് ജോബ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും, എന്തെങ്കിലും വളരെ ചെറിയ കുട്ടികളുടെ അടുത്തൊക്കെ വളരെ സീനിയറായ പ്രൊഫസേഴ്സൊക്കെ കുട്ടികളുടെ അടുത്തുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അങ്ങനെ പറയും. അപ്പോൾ അത് പൊതുവേ എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ഈ ഒരു ശാരീരികമായും മാനസികമായിട്ടും എന്ത് ചെയ്യണം, ഈ ഒരു പിന്നെ സെയിലിംഗ് ഒരു ജോബിനോട് എന്ത് ചെയ്യണം, അതിനൊരു വിമുഖത ഇല്ലാതെ ഒരു പാഷനോട് കൂടി എന്ത് ചെയ്യണം, അത് എടുക്കാൻ പറ്റണം അവർക്ക്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇതുവരെ സംസാരിച്ചത് ഒരു പുതിയൊരു ഫീൽഡ്, പക്ഷേ നമ്മുടെ ഒരു ചാനൽ ഇതുവരെ സംസാരിക്കാത്തൊരു ഫീൽഡിനെ കുറിച്ചാണ്. വേറെ എന്തെങ്കിലും ഇതിൽ ആഡ് ചെയ്യേണ്ടോ? നമുക്ക് മിസ്സായി പോയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? നമ്മൾ ഒരുവിധം കാര്യങ്ങളൊക്കെ കവർ ചെയ്തതാണ് എനിക്ക് തോന്നുന്നത്. അതെ, നമ്മളിപ്പം ഗ്രാജുവേറ്റ് മറൈൻ എഞ്ചിനീയറിംഗിന്റെ പ്രോഗ്രാമിന്റെ മെക്കാനിക്കൽ എയർക്ക് വരാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നോട്ടിക്കൽ സയൻസ്, മറൈൻ എഞ്ചിനീയറിംഗ്, ഡിപ്ലോമ, പിന്നെ മാനേജ്മെന്റിലുള്ള BBA MBA പ്രോഗ്രാംസ് പറഞ്ഞു, അതിന്റെ ജോബ് സൈഡ്സ് പറഞ്ഞു, പ്ലേസ്മെന്റ്സ് പറഞ്ഞു, സാലറി പറഞ്ഞു, ഇതെല്ലാം കവർ ചെയ്തു. പിന്നെ വേണമെങ്കിൽ MTech പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്, MTech MBA പ്രോഗ്രാംസ് ഉണ്ട്. ഹയർ സ്റ്റഡിയിൽ ഇപ്പം MTech മറൈൻ ടെക്നോളജി, MTech നാവൽ ആർക്കിടെക്ചർഷിപ്പ് ആ ഏരിയയിലുള്ള പ്രോഗ്രാംസ് ഉണ്ട്. അതുപോലെ തന്നെ സം റിസർച്ച് പ്രോഗ്രാംസ്. ഇവർക്ക് തന്നെ ഈ കപ്പലിലൊക്കെ പോകുന്നവർക്ക്, മറൈൻ എഞ്ചിനീയറൊക്കെ ആയിട്ട് വർക്ക് ചെയ്തവർക്ക്, അവർക്ക് ഡയറക്റ്റ് റിസർച്ചിനൊക്കെ പോകാനൊക്കെ ഉള്ള സം ഓപ്ഷൻസ് ഒക്കെ എന്തുണ്ട്, പിന്നെ IMU ഡിപ്പാർട്ട്മെന്റ്സിലൊക്കെ എന്തുണ്ട്, അങ്ങനെയുള്ള ചില ഓപ്ഷൻസും എന്തുണ്ട്, അതുണ്ട്. പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പ്ലേസ്മെന്റ്സ് വളരെ പ്രധാനമാണ്. അപ്പം നമുക്ക് ഒരുപാട് പ്രൈവറ്റ് സ്ഥാപനങ്ങളൊക്കെ അപ്പം അത് നമുക്ക് മറൈൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ് ഒരാൾ പിന്നെ നമ്മളൊരു വീഡിയോ ഒക്കെ കണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ആൾക്കൊരു പാഷനായി. പക്ഷെ
ഏറ്റവും പ്രധാനം എന്താ വെച്ചാൽ ആ പോകുന്ന ക്യാമ്പസിൽ ഇപ്പം IMUൻ്റെ പല ക്യാമ്പസിലും അത്യാവശ്യം നല്ല പ്ലേസ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഇനി പല പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും നല്ല പ്ലേസ്മെന്റ് ഉള്ള സ്ഥാപനങ്ങളുണ്ട്. അതിൽ തന്നെ ഇപ്പം ഷിപ്പിംഗ് കമ്പനികൾ അവർ സ്പോൺസർ ചെയ്യുന്നുണ്ട് കുട്ടികളെ. അപ്പൊ അത് നമ്മൾ ഗവൺമെന്റ് ക്യാമ്പസുകളിൽ അത് കുറച്ച് ബോണ്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടോ അവർക്ക് അവർക്ക് അതായത് അവരാണ് ഇവരെ തുടക്കത്തിൽ തന്നെ അവരൊരു എക്സാം നടത്തിയിട്ട് ഷിപ്പിംഗ് കമ്പനികൾ ഉണ്ടായിരിക്കും. മേജർ ഷിപ്പിംഗ് കമ്പനികളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ സിംഗപ്പൂർ ബേസ്ഡ് അല്ലെങ്കിൽ യൂറോപ്പ് ബേസ്ഡ് ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ഷിപ്പിംഗ് കമ്പനികളുണ്ട്. ആ ഷിപ്പിംഗ് കമ്പനികളുടെ വെബ്സൈറ്റിലൊക്കെ നോക്കിയിട്ട് അവരെന്ത് ചെയ്യും, ഈ 10th 11th 12th കഴിഞ്ഞ കുട്ടികളെ അവരെ ഷിപ്പുകളിലേക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും, എക്സാമോ ഇൻ്റർവ്യൂ ഒക്കെ നടത്തിയിട്ട് കുറച്ച് കുട്ടികളെ എടുത്തിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവർ പഠിപ്പിക്കും. പണ്ടൊക്കെ അവർ തന്നെ പൈസ കൊടുത്ത് പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ഇപ്പം പൊതുവേ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൈസ കൊടുക്കണം, പക്ഷെ നമുക്ക് ജോബ് എന്താണ് ഉറപ്പാണ്. നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജോബ് ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ ഷിപ്പിംഗ് കമ്പനികൾ സ്പോൺസർ ചെയ്തിട്ടുള്ള കോഴ്സുകൾ ചില ക്യാമ്പസുകളിലൊക്കെ ചിലവർ നടത്തുന്നുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ഷിപ്പിംഗ് കമ്പനികൾ തന്നെ ചില മാരിടൈം അക്കാദമികൾ നടത്തുന്നുണ്ട് പ്രൈവറ്റ് രംഗത്ത്. അപ്പം നമുക്ക് ജോബ് അഷ്യൂർ ഉള്ള അങ്ങനെയുള്ള പ്ലേസ്മെന്റ് സ്ഥലങ്ങൾ നോക്കിയിട്ട് നമ്മൾ ചൂസ് ചെയ്യാം. നമുക്ക് ഈ പറഞ്ഞ പോലെ 75% പ്ലേസ്മെന്റ്. അത് അഷ്യൂർഡ് മീൻസ് അവർ കോമ്പീറ്റ് ചെയ്തിട്ട് ഒരു ഇന്റർവ്യൂവിന് പോയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ സാധാ ക്യാമ്പസ് പ്ലേസ്മെന്റ് പോലെ നേടണം. മറ്റ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ അഷ്യൂർഡ് ആണ്. മീൻസ് ആദ്യം തന്നെ ഈ കമ്പനികളിൽ എന്ത് ചെയ്യണം, അവർ എക്സാംസ് ഒക്കെ എഴുതിയിട്ട് ആ കമ്പനികളിൽ എന്ത് ചെയ്യണം. അപ്പൊ രണ്ടും പ്രിഫർ ചെയ്യുന്ന ആളുകളുണ്ട്. ഒരു കാര്യം കൂടി ചോദിച്ചോളൂ. ഇപ്പോൾ ഫാസർ ഓൾറെഡി കുസാറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. കുസാറ്റിലെ മറൈൻ എഞ്ചിനീയറിംഗ് കുറിച്ച് എന്താണ്? കുസാറ്റിൽ മറൈൻ എഞ്ചിനീയറിംഗ് അത്യാവശ്യം നല്ല പ്രോഗ്രാമാണ്. കുഞ്ഞാലി മരക്കാട് സ്കൂൾ ഓഫ് മറൈൻ എഞ്ചിനീയറിംഗ് എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 1.8 lakh അങ്ങനെയൊക്കെ ആണ് എന്തുള്ളത് അവിടുത്തെ ഒരു ഫീസ് വരുന്നത്. അത് വിത്തൗട്ട് ഹോസ്റ്റലാണോ അല്ലേ എന്നുള്ളത് എനിക്ക് ധാരണയില്ല. പക്ഷെ എന്നാലും ഏകദേശം ഒരു 2 lakhs അടുത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെയും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫീസ് ഒരു ആനം വരുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ 2-3 വർഷം അവിടെയുള്ള സമയത്ത് അവിടുത്തെ പാസിംഗ് ഔട്ട് സെറമണിക്ക് ഞാൻ പോകാറുണ്ടായിരുന്നു. അപ്പോൾ ആ ബാച്ചസിലൊക്കെ എന്താണ് 100% പ്ലേസ്മെന്റ്സ് ആയിരുന്നു എന്തുണ്ടായിരുന്നു, മറൈൻ എഞ്ചിനീയറിംഗ് ഉണ്ടായിരുന്നു. അപ്പം കുസാറ്റിൽ മറൈൻ എഞ്ചിനീയറിംഗ് അത്യാവശ്യം നല്ലതാണ്. പിന്നെ ഈ നമ്മുടെ ഒന്ന് പറഞ്ഞു പ്ലേസ്മെന്റ്സ് നോക്കണം എന്നുള്ളത്, ഈ ക്യാമ്പസുകളുടെ നമ്മൾ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ക്യാമ്പസ് സെലക്ട് ചെയ്യുമ്പോൾ അവിടുത്തെ പ്ലേസ്മെന്റ്സ് എങ്ങനെ ഉണ്ടെന്നുള്ളതാണ് സ്പെസിഫിക്കലി നോക്കണം. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ അവർക്ക് ഒരു CIP റാങ്കിങ് ഉണ്ട്. ഈ ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് ഒരു കോമ്പറേറ്റീവ് ഇൻസ്പെക്ഷൻ ഒക്കെ നടത്തിയിട്ട് ഒരു CIP റാങ്കിങ് എന്നുള്ള ഒരു CIP റേറ്റിംഗ് കൊടുക്കുന്നുണ്ട് ഓരോ സ്ഥാപനങ്ങൾക്ക്. A1 മുതൽ ഇപ്പം IMUൻ്റെ പല ക്യാമ്പസും കൊൽക്കട്ട ഒക്കെ A1 ലെവലിലാണുള്ളത്. അപ്പം അതിൽ താഴെയുള്ള ലെവലുകളൊക്കെ ഉണ്ടാവും. അപ്പം നമ്മളിപ്പോൾ NIRF NAC എന്നൊക്കെ പറയുന്ന പോലെ ഈ രംഗത്തുള്ള സ്ഥാപനങ്ങളുടെ ഒരു റേറ്റിംഗ് ആണ് എന്ത്, ഈ CIP റാങ്കിങ്. അപ്പോൾ CIP റാങ്കിങ്ങും എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്ഥാപനത്തിൻ്റെ നമുക്ക് പ്ലേസ്മെന്റ്സ് നോക്കുന്നതിന് കൂടെ അതും കൂടി എന്ത് ചെയ്യണം, നമ്മൾ നോക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു കോഴ്സിനെ കുറിച്ചും അതിൻ്റെ ജോലി സാധ്യതകളെ കുറിച്ചൊക്കെ വളരെ വിശദമായി പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ എന്ത് ചെയ്യുക, താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ താങ്ക്സ് ഫവാസ് സർ ഫോർ കമ്മിങ്. നമുക്ക് ഇനിയും മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഫവാസ് സാറെ കാണാം. ഓക്കെ.